ഒരു ചെറിയ ഇൻഫർമേഷൻ സംഭവേ, നിങ്ങളിവിടെ ഒമാനിൽ ഇപ്പോൾ ലോക്കൽ ബാങ്കുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറില്ല. ഇപ്പൊ ഇവിടുത്തെ ബാങ്കുകൾ, ചില ബാങ്കുകളിലൊക്കെ നമ്മൾ ലോക്കലിൽ പൈസ അയക്കുമ്പോൾ സർവീസ് ചാർജ് ഒക്കെ ഈടാക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ അതേപോലെ നിങ്ങൾ നാട്ടിലോട്ട് പൈസ അയക്കുമ്പോൾ എത്രയാണ് സർവീസ് ചാർജ് നിങ്ങൾ കൊടുക്കാറ്? ഞാനിന്ന് പരിചയപ്പെടുന്നത് വാലറ്റി ബൈ ഉറൂദു എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ലിക്കേഷനാണ്. ഇവിടെ ഒമാൻ ഗവൺമെന്റിന്റെ അപ്രൂവലുള്ള ഒരു അപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, വാലറ്റി. ഓക്കെ, അതുവഴി നിങ്ങൾ നാട്ടിലോട്ട് പൈസ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻഡിങ് ചാർജ് 1 റിയാലാണ് വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ലോക്കലിൽ പൈസ അയക്കണമെങ്കിലോ സർവീസ് ചാർജും ഇല്ല. അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതേപോലെ എങ്ങനെ അതിലോട്ട് പൈസ കൊണ്ടുവന്നിട്ട് നമ്മൾ നാട്ടിലോട്ട് പൈസ അയക്കാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. നേരത്തെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഓഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സർവീസ് ചാർജ് നാട്ടിലോട്ട് പൈസ അയക്കുന്നത് തിരിച്ചു കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പൊ അതേപോലത്തെ സ്പെഷ്യൽ ഓഫറുകളൊക്കെ വരും. P0008 എന്ന് പറഞ്ഞ എൻ്റെ പ്രൊമോ കോഡ് നിങ്ങൾ ആ വാലറ്റി ആപ്പിൽ യൂസ് ചെയ്താൽ, ആപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾ കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വൈഫൈൻ്റെ ബില്ലടക്കാം, കറണ്ട് ബില്ലടക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സ്കൂളിലെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതടക്കാം. മറ്റു ഉപകാരങ്ങളൊക്കെ കുറേ ഉണ്ട്. പിന്നെ നാട്ടിലോട്ട് പൈസ അയക്കാൻ പറ്റും. അങ്ങനെ കുറേ ഉപകാരങ്ങൾ ഈ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പൊ ഈ ആപ്പിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ല. നിങ്ങളെ നിലവിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വാലറ്റിൽ കൊടുത്തിട്ട് അതുവഴി നിങ്ങൾക്ക് ലോക്കൽ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ പറ്റും.